അമ്മ ചീനിയൊക്കെ റെഡിയായി മുറിച്ച് സെറ്റാക്കി വെച്ചേക്കാണ്. നമുക്കിത് രണ്ടും കൂടി ഒരു പെരട്ടോ? ചിക്കൻ പെരട്ടെന്നൊക്കെ കേട്ടിട്ടുള്ള പോലെയാണ്. അതുപോലുള്ള പെരട്ട. അത് ഇങ്ങനെയാണ് ഞാൻ ഇതിനെ അരിയുന്നത്. കണ്ടോ? അല്ലാതെ ഒരു ഷേപ്പിലൊന്നും അല്ല, ഇങ്ങനെ അങ്ങ് അരിയുക. ഓക്കെ. ചീനി കൂടാതെ എന്താ ഉള്ളത്? ചീമച്ചേമ്പ്. അത് രണ്ടും കൂടെ എന്ന് വെക്കുന്നത്. ഓക്കെ. ഒരു 2 മുറി ചീനി അത് മതി. പിന്നെ ചീമച്ചേമ്പ്. ഒരു എന്ത് പെരട്ടെന്നാ പറയുക? ചീനി പെരട്ടോ? അങ്ങനെ ഒരു പേരൊന്നും എനിക്കറിയത്തില്ല പറയാൻ. ചീനി പെരട്ട് അല്ലെ കപ്പ പെരട്ടെന്നൊക്കെ പറയാം. വേണേ പറയാം, എന്ത് വേണം പറയാം. അപ്പോൾ അത് നോക്കാം. കപ്പയും ചീമച്ചേമ്പും രണ്ടായിട്ട് എന്താ വെച്ചേക്കുന്നത്? ഞാൻ കഴുകി എടുത്തതാ. അങ്ങനെ രണ്ടായിട്ട് അരിഞ്ഞാൽ കഴിഞ്ഞെടുത്ത്. രണ്ടായിട്ട് വെക്കണമെന്നില്ല. ഇതിപ്പോൾ പക്ഷേ ഒന്നിലിടാൻ പറ്റും. ഈ ഇതിൻ്റെ രണ്ടിൻ്റെ വേവ് ഏതാണ്ട് ഒരു പോലൊക്കെ തന്നെയാണ്. നമ്മൾ നേരത്തെ എടുത്തുള്ളതായതുകൊണ്ട് അതിൻ്റെ വേവ് അറിയാം. ചില ഇതിനൊക്കെ വേറെ വേറെ അത്രയും വലിയ കാര്യമായിട്ട് വേവ് ഒരുപോലെ ആയിരിക്കത്തില്ല. അപ്പോൾ അത് രണ്ടായിട്ട് വേവിക്കേണ്ടി വരുമോ? അത് രണ്ടായിട്ട് വേവിക്കേണ്ടി വരും. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇതിപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട്. അതെ നേരത്തെ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അറിയാം. പക്ഷേ പിന്നെ വെള്ളം വെച്ചിട്ട് അതിനകത്തോട്ടാണ് ഇടേണ്ടത്. വേവിക്കാൻ പോവാ അല്ലേ? ഇപ്പൊ തന്നെ ഇടുകയല്ലേ? വെള്ളം ഒന്ന് ചൂടായിക്കോട്ടെ. അതെന്താമേ? ചൂടായിട്ട് ഇടുന്നതാ നല്ലത്. അതുകൊണ്ട് ഇപ്പൊ ചൂടാവുമല്ലോ. തിളക്കണ്ട, ചൂടായാൽ മതി. നല്ലപോലെ ചൂടാവട്ടെ. തിളച്ചിട്ടിട്ടാലും കുഴപ്പമില്ല, ചൂടായിട്ടിട്ടാലും തിരക്കേടില്ല, കുഴപ്പമില്ല. ചൂടായിക്കോട്ടെ. ഓക്കെ. ചൂടായല്ലേ? ചീമച്ചമ്മ കിടക്കണ്ട ആദ്യം. ഒരുപോലെ ആണെങ്കിലും ഇത് ആദ്യം ഒന്ന് ഇടാം. കാരണം ഇതൊന്നുകൂടെ വേവും. അങ്ങ് രണ്ടും കൂടെ ചേർത്ത് വേവിക്കാം. എന്നാലും ചീമച്ചേമ്പ് ആദ്യം അങ്ങോട്ടൊന്ന് ഒരു തിളയും ഇങ്ങോട്ട് വന്നോട്ടെ. തിളപ്പായ ശേഷം കപ്പ ഇടാം. അത് തിളച്ചു. ഇനി ഇതുകൂടെ അങ്ങോട്ട് ഇടുക. അപ്പം അങ്ങനെയാണ് നമ്മൾ വേവ് ഏതാണ്ട് ഒരുപോലെ ആണെങ്കിലും അങ്ങനെ എപ്പോഴും ചീമച്ചേമ്പിനായിരിക്കും മിക്കവാറും ഇത്തിരി മുന്നോട്ട് വേവ് കാണുന്നത്. ഇതിനി അടച്ച് അടയ്ക്കണം. വെള്ളം ഫുള്ള് വറ്റണ്ടെങ്കിലും വെള്ളം വറ്റുമല്ല, ഇത് വെള്ളം ഊറ്റിക്കളയുക. അത് ശരി. ആ സമയത്ത് നമുക്ക് ഇതൊന്ന് ചതച്ച് വെക്കാം അതിന് ചേർക്കാനുള്ളത്. ചുമന്നുള്ളി, വെളുത്തുള്ളി, മുളകും തേങ്ങായും. കാന്താരി മുളകും പച്ചമുളകും ഉണ്ടല്ലോ ഒരെണ്ണം വെച്ചെന്നുള്ളതേ ഉള്ളൂ. തേങ്ങ കുറച്ചുകൂടി ഇടുക അല്ലേ? പിന്നെ മഞ്ഞപ്പൊടി വെച്ചേക്കുന്നല്ലോ. മഞ്ഞപ്പൊടിയും കൂടി ഇട്ടങ്ങ് ഇത് ചെയ്യാൻ. എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒറ്റ ചതപ്പാണല്ലേ? മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത്. മഞ്ഞപ്പൊടി ഓക്കെ. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. സാധാരണ നമ്മൾ തോരനൊക്കെ ചതയ്ക്കുന്ന പോലെയാണോ? അതെ അതുപോലെ ചതച്ചാൽ മതി. ജസ്റ്റ് ഒറ്റ. റെഡിയായോ? ഇതാണ്. ഓക്കെ. ഇത് മതി. ഇനിയിപ്പോൾ മറ്റേത് അത് വേവണ്ടേ? അത് വേവണം. അത് വെന്തിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ചേർക്കുന്ന പരിപാടിയാണ് ഇനി. ബാക്കി നോക്കാം, വെയിറ്റ് ചെയ്യാം. എന്തായി നോക്കാം. വെന്തു. കണ്ടോ ചീനിയൊക്കെ പഠിച്ചേക്കുന്നുണ്ട്. മറ്റേത് നമുക്ക് അറിയാൻ പാടൊന്നുമില്ല. വേണ്ട ഇങ്ങനെ നോക്കിയാൽ അതുണ്ട്. ഇനിയിപ്പോൾ ഉടനെ ഇത് വെള്ളം ഊറ്റി കളയണം. തീ കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് വെള്ളം ഊറ്റാം. അത് ശരി. അതിൻ്റെ പ്രധാനപ്പെട്ട സത്തെല്ലാം പോവില്ലേ? ഇതിന് സത്തല്ല ഉള്ളത്, ഇതിനൊക്കെ കട്ടാ ഉള്ളത്. അതാണ് കപ്പയ്ക്ക് കട്ടെന്ന് പറയുന്നത്. അത് തന്നെ. അത് ശരി. ഇത് വെള്ളത്തിലിട്ട് തന്നെ വേവിക്കണം. അത് ശരി. അങ്ങനെ വേവിച്ച് കഴിയുമ്പോൾ അത് എല്ലാം ഇറങ്ങി പോകുന്നു എന്നുള്ളതാണ്. ഉപ്പിടുകയാണല്ലേ? ഓക്കെ. ഉപ്പിട്ടു, വെള്ളം മുഴുവൻ പോയി. ഇനി തീ കുറച്ച് വെച്ചേക്കുക. ഇനി അരപ്പ് ചേർക്കുകയാണോ? അരപ്പ് അരപ്പ് ചേർത്തിട്ട് ഇനി
വെള്ളം ചേർക്കണ്ടല്ലേ മേ? വേണ്ട വേണ്ട വേണ്ട. ഓ അത് ശരി. നമ്മൾ വെള്ളത്തിലിട്ട് ഊറ്റിയെടുത്തതല്ലയോ, ഇനി ഇതിന് വെള്ളം ഒന്നും ചേർക്കണ്ട. കണ്ടോ ഇത് പൊട്ടുന്ന ശബ്ദം കേട്ടോ ഇട്ടപ്പോഴേ അടിയിൽ വെള്ളം പൊട്ടുന്നല്ലേ? വെള്ളം ഇല്ല, തീർന്നതാ, അത് ഊറ്റി കളഞ്ഞല്ലയോ. അപ്പോൾ അതുകൊണ്ട് ഇനി അതുകൊണ്ട് ഇളക്കിയാൽ മതി ഇനി. എന്നാൽ ഇതൊന്ന് അടച്ചു വെക്കാം, കാരണം ഈ അരപ്പൊന്നാകണമല്ലോ. അരപ്പ് ഇതിനോടൊന്നും ചേരാൻ ഒരു 2 മിനിറ്റ് മതി. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചേക്കുന്നത്? അത് മതി അങ്ങനെ മതി. അടച്ചു വെച്ചിട്ട് ഇനി ഇപ്പം ഒന്ന് ഇതായിട്ടിടാൻ പോവാ. എന്തിടാൻ? കടുക് വറുത്ത്. ഓ അത് ശരി. അതിന് നല്ല സ്വാദാ അന്നേരം. ഇത് പക്ഷെ അങ്ങനെ അമ്മ അല്ല, ചുമ്മാ പെരട്ടി എടുത്താലും നല്ലതാ. അത് ഇളക്കിയേ പെരട്ടുക എന്ന് പറഞ്ഞാൽ ഇളക്കുക. ഇളക്കി എടുത്താലും നല്ലതാ. ഇച്ചിരി അരിയൊക്കെ ഇട്ട് കടുക് വറുത്തെടുക്കുമ്പോൾ അതിന് വേറൊരു സ്വാദാ. ഓക്കെ, കടുക് വറക്കാൻ പോലെ. ഇതുണ്ടോ ഇത്ര നേരെ വെച്ചോളല്ലോ. അത് മതി. ഇനി കടുക് വറക്കുകയും കൂടെ ചെയ്യുമ്പോൾ വേറെ പിന്നെ നല്ല ഇതിന്റെ മണമാണ്. ഇതിന്റെ വെളുത്തുള്ളിയുടെ മണമാണ്. വെളുത്തുള്ളി ഒരു അടിപൊളി സാധനം കണ്ടോ. ഇനി അടുത്ത ഇളക്കൊക്കെ കൂടെ വരുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ ആയിക്കോളും. ശരി, ഇനി കടുക് വറക്കൽ പരിപാടിയിലേക്ക് നടക്കുകയാണ്. എണ്ണ ഒഴിച്ചു, ചൂടായി, കടുകിടുന്നു. കടുകിട്ട് പൊട്ടിക്കുന്നു. കുറച്ച് വലിയ ചീനിച്ചിട്ട് എടുത്തല്ലേ, അതിട്ട് ഇളക്കണ്ടായോ? ഓക്കെ. ഓ അരി ഇടുന്നുണ്ടല്ലേ? ഇതിന് നല്ലതായി അരി. അരിയും ഒന്നിതായി. പൊട്ടിച്ചു. കറിവേപ്പില ഒന്നും ഇട്ടില്ലല്ലോ അമ്മേ? ഇതിൻ്റെ കൂടെ ഇട്ടാൽ മതി. ഇതിൻ്റെ കൂടെ മുകളിൽ ഇടാനല്ലേ? എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഇളക്കണ്ടേ? വേണം. എല്ലായിടത്തും അരപ്പ് പിടിപ്പിക്കുക. കടുക് മൂളി വന്നില്ലല്ലോ. വന്നു. യെസ്, വന്നു. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പം ഇതാണ്. ഉപ്പ് നോക്കണോ? ഉപ്പ് തീർച്ചയായും ഇപ്പം നോക്കണം. ഇപ്പം നോക്കിയില്ല പോരായെങ്കിൽ ഇച്ചിരി തൂവാം. ഇങ്ങനെ വെള്ളം ചേർത്ത് തൂവാനോ? വെള്ളം ഒന്നും വേണ്ട. ഇങ്ങനെ ഇപ്പോഴാകുമ്പോൾ അങ്ങ് ചേർന്നോളൂ. അങ്ങ് നോക്കിക്കോ. എന്താണ് കൈ നീട്ടി പിടിക്കുക പേടിച്ചിട്ട്? അതല്ല, കൈ വീഡിയോ വരാനാ. നീ വേണോ? മതിയോ? ആസ്വദിക്കായോ? മതിയോ? ഉപ്പൊക്കെ മതിയോ? മതി. ഓക്കെ. നന്നായി വെന്തത് കൊണ്ടേ കപ്പ ഇങ്ങനെ നാവി കിടന്ന് അലിയുന്നുണ്ട്. ഓ, നല്ല കപ്പയായിരുന്നു. നല്ല കപ്പയാ, അതിന്റെ ഒരു ഗുണം. ചേമ്പും നല്ലതാ. ചേമ്പല്ല ഞാൻ തിന്നത്. അപ്പൊ ഇതാണ് കപ്പ കൊണ്ട് ഉള്ള വരട്ട് അല്ലേ? പെരട്ട്. ചിക്കൻ പെരട്ടെന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ വെജിറ്റബിൾ ഇതായതുകൊണ്ട് ഇവിടെ വെജിറ്റബിൾ പെരട്ടുകളേ ഉള്ളൂ. അതാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. നല്ല രസമുണ്ട്, അടിപൊളിയാണ്, പെട്ടെന്ന് ചെയ്യാനും പറ്റും. ഓക്കെ.